नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 86 വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 871. പ്രിയപ്പെട്ട ഭഗവാനെ, ശ്രവണം, കീർത്തനം, അവിടുത്തെ ആജ്ഞാപാലനം തുടങ്ങിയ നിർദ്ദിഷ്ട മാർഗങ്ങളിലൂടെ ഭക്തിയുത സേവനം നടത്തി സദാ കൃഷ്ണാവബോധത്തിൽ വ്യാപൃതനാകുക എന്നത് ജീവാത്മാക്കളുടെ അവശ്യ കർത്തവ്യമാണ്. കൃഷ്ണാവബോധത്തിലും ഭക്തിയുത സേവനത്തിലും ഏർപ്പെടാത്തവൻ ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിഷ്പ്രയോജനമാണ്. ശ്വാസം നിലച്ചിട്ടില്ലെങ്കിൽ ജീവിക്കുന്നു എന്നാണല്ലോ വയ്പ്. എന്നാൽ കൃഷ്ണാവബോധമില്ലാത്തവൻ കൊല്ലന്റെ ആലയിലെ ഉലയ്ക്കു സമമാണ്. വായു ഉൾക്കൊള്ളുകയും പുറംതള്ളുകയും ചെയ്യുന്ന തോലുകൊണ്ടുണ്ടാക്കിയ ഒരു വലിയ സഞ്ചിയാണ് ഉല. എല്ലും തോലും കൊണ്ടു നിർമ്മിച്ച സഞ്ചിക്കകത്തു ജീവിക്കുന്ന മനുഷ്യൻ ഉലയേക്കാൾ മെച്ചമൊന്നുമല്ല. അതുപോലെ തന്നെ ഭക്തിശൂന്യന്റെ ദീർഘായുസ് വൃക്ഷത്തിന്റെ ദീർഘായുസ് പോലെയാണ്. അത്യാർത്തിയോടെ വലിച്ചുവാരി തിന്നാനുള്ള അവന്റെ കഴിവ് നായ്ക്കളുടെയും പന്നികളുടെയും തീറ്റയ്ക്കു തുല്യമാണ്. അവന്റെ ലൈംഗിക ജീവിതം ആടിൻ്റെയും പന്നിയുടെയും ലൈംഗിക ജീവിതത്തിൽ നിന്നു ഭിന്നമല്ല. ഭൗതിക ലോകത്തേക്കുള്ള പരമപുരുഷനായ മഹാവിഷ്ണുവിൻ്റെ പ്രവേശമാണ് വിശ്വാവിഷ്കാരം സാധ്യമാക്കി തീർത്തത്. മഹാവിഷ്ണുവിൻ്റെ കടാക്ഷം മൂലം ഭൗതിക ശക്തി മുഴുവനും പ്രക്ഷുബ്ധമാകുന്നു. അപ്പോൾ മാത്രമേ ഭൗതികമായ ത്രിഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനം സമാരംഭിക്കുന്നുള്ളൂ. അതിനാൽ നാം അനുഭവിക്കാൻ ശ്രമിക്കുന്ന ഭൗതിക സൗകര്യങ്ങളെല്ലാം ലഭ്യമായി തീർന്നത് പരമപുരുഷന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണെന്നു സിദ്ധം. ശരീരത്തിനുള്ളിൽ അസ്തിത്വത്തിന് 5 വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ജീവിതാരംഭത്തിൽ ജീവികളെല്ലാം ഭക്ഷണപ്രധാനികളാണ്. മനുഷ്യ ശിശുവും മൃഗവും എല്ലാം ഭക്ഷണം കൊണ്ട് മാത്രമേ സംതൃപ്തരാകൂ. ധാരാളമായി ഭക്ഷിക്കുന്നതിൽ മാത്രം താത്പര്യമുള്ള ഈ അവബോധത്തെയാണ് അന്നമയം എന്നു വിളിക്കുന്നത്. അന്നം എന്നാൽ ഭക്ഷണം. ഇതേ തുടർന്നു ജീവൻ നിലനിർത്തുന്നതിനാലാണു ശ്രദ്ധ അഥവാ ജീവൻ രക്ഷിക്കുന്നതിലാണു താത്പര്യം എന്നുവച്ചാൽ
ആക്രമിക്കപ്പെടാതെയോ നശിപ്പിക്കപ്പെടാതെയോ ജീവിതം തുടരാൻ കഴിഞ്ഞാൽ സന്തോഷമായി എന്ന അവസ്ഥ. ഇതാണ് പ്രാണമയം എന്നു വിശേഷിപ്പിക്കുന്ന ഘട്ടം. പ്രാണരക്ഷാവബോധം എന്നു വേണമെങ്കിൽ പറയാം. ഇതിനുശേഷം ഒരുവൻ മനോവിതാനത്തിലെത്തുമ്പോൾ അതിനെ മനോമയമെന്നു പറയും. പരിഷ്കൃത മനുഷ്യന്റെ ആദ്യത്തെ പരിഗണന സാമ്പത്തിക വികാസമാണ്. രണ്ടാമത്തേത് പ്രതിരോധം. മൂന്നാമത്തേതു സൈദ്ധാന്തികാവബോധം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള ദാർശനിക സമീപനം. ദാർശനിക ജീവിതത്തിൻ്റെ പരിണാമ പ്രക്രിയയിലൂടെ ഭൗതികമായ ജീവിതത്തിൻ്റെ വിതാനത്തിലെത്തി താൻ ഈ ശരീരമല്ലെന്നും ആത്മാവാണെന്നും മനസ്സിലാക്കിയാൽ അവൻ വിജ്ഞാനമയ ഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നു. തുടർന്ന് ആത്മീയ ജീവിതത്തിൻ്റെ പരിണാമത്തിലൂടെ ഒരുവൻ സർവേശ്വരനെക്കുറിച്ച്, അതായത് പരമാത്മാവിനെക്കുറിച്ചുള്ള ബോധത്തിലെത്തിച്ചേരും. സർവേശ്വരനുമായുള്ള ബന്ധം വളർത്തി ഭക്തിയുത സേവനം നടത്തിയാൽ ആ ഘട്ടത്തിനാണ് കൃഷ്ണാവബോധം അഥവാ ആനന്ദമയ ഘട്ടം എന്നു പറയുന്നത്. ജ്ഞാനത്തിൻ്റെയും നിത്യതയുടെയും പരമാനന്ദം നിറഞ്ഞ ജീവിതമാണ് ആനന്ദമയം. വേദാന്ത സൂത്രത്തിൽ പറയുന്നത് പോലെ ആനന്ദമയോ അഭ്യാസാത്. പരബ്രഹ്മവും ബ്രഹ്മവും അഥവാ പരമപുരുഷനും ജീവാത്മാക്കളും സ്വഭാവേന തന്നെ ആനന്ദപൂർണരാണ്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം എന്നീ താഴത്തെ 4 ഘട്ടത്തിൽ കഴിയുന്നിടത്തോളം കാലം ജീവാത്മാവ് ഭൗതിക ജീവിതത്തിൽ കഴിയുന്നതായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ആനന്ദമയ ഘട്ടത്തിലെത്തുന്നതോടെ അവൻ മുക്താത്മാവായി തീരുന്നു. ഈ ആനന്ദമയ ഘട്ടത്തെ ബ്രഹ്മഭൂതഘട്ടമെന്നാണ് ഭഗവത്ഗീത വിശേഷിപ്പിക്കുന്നത്. ജീവിതത്തിലെ ബ്രഹ്മഭൂതഘട്ടത്തിൽ ഉത്കണ്ഠയോ അഭിലാഷമോ ഇല്ലെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സമസ്ത ജീവാത്മാക്കളോടും സമഭാവനയുണ്ടാക്കുന്നിടത്താണ് ഈ ഘട്ടത്തിൻ്റെ പ്രാരംഭം. അവിടെ നിന്ന് അതു കൃഷ്ണാവബോധത്തിൻ്റെ ഘട്ടമായി വികസിക്കുന്നു. ആ ഘട്ടത്തിൽ സദാ പരമപുരുഷനെ സേവിക്കാനുള്ള തീവ്രാഭിലാഷം വളരുന്നു. ഭക്തിയുത സേവനത്തിന് വേണ്ടിയുള്ള ഈ തീവ്രാഭിലാഷം ഐഹികമായ വിഷയസുഖങ്ങൾക്കു വേണ്ടിയുള്ള തീവ്രാഭിലാഷം പോലെയുള്ളതല്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തീവ്രാഭിലാഷം ആത്മീയ ജീവിയിലാണ് നിലനിൽക്കുന്നത്. അതുതന്നെ തികച്ചും വിശുദ്ധീകരിക്കപ്പെട്ടതുമാണ്. ഇന്ദ്രിയങ്ങൾ നിർമ്മലമാകുമ്പോൾ അവ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം എന്നീ ഭൗതിക ഘട്ടങ്ങളിൽ നിന്നു വിമുക്തമായി തീർന്ന ഏറ്റവും ഉയർന്ന ഘട്ടമായ ആനന്ദമയത്തിൽ, അതായത് കൃഷ്ണാവബോധത്തിലെ പരമാനന്ദത്തിൽ എത്തിച്ചേരുന്നു. സർവേശ്വരനിൽ ലയിക്കുന്ന അവസ്ഥയെയാണ് ആനന്ദമയമായി മായാവാദി ദാർശനികർ കണക്കാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവും ജീവാത്മാവും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് ആനന്ദമയം. എന്നാൽ ഏകതയെന്നു പറയുന്നത് പരമനിൽ ലയിച്ച് ഒരുവന്റെ വ്യക്തിഗതമായ അസ്തിത്വം നഷ്ടപ്പെടുത്തുന്നതല്ല എന്നതാണു യാഥാർത്ഥ്യം. ആധ്യാത്മികാസ്തിത്വത്തിൽ ലയിക്കുക എന്നു പറയുന്നത് സർവേശ്വരൻ്റെ നിത്യതയുടെയും ജ്ഞാനത്തിൻ്റെയും ഗുണപരമായ ഐക്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്. എന്നാൽ യഥാർത്ഥമായ ആനന്ദമായ ഘട്ടം പ്രാപിക്കുന്നത് ഭക്തിയുടെ സേവനത്തിൽ വ്യാപരിക്കുമ്പോഴാണ്. ഇക്കാര്യം ഭഗവദ്ഗീത ഉറപ്പിച്ചു പറയുന്നുണ്ട്. മദ്ഭക്തിം ലഭതേ പരഃ. പരമാത്മാവും വിധേയാത്മാക്കളും തമ്മിൽ പ്രേമവിനിമയം നടക്കുമ്പോൾ മാത്രമാണ് ആനന്ദമയ ഘട്ടം പൂർണ്ണമാക്കുകയുള്ളൂ.
ജീവിതത്തിൻ്റെ ഈ ആനന്ദമയ ഘട്ടത്തിലെത്താത്തിടത്തോളം കാലം ഒരുവൻ്റെ ശ്വാസോച്ഛ്വാസം കൊല്ലൻ്റെ ആലയിലെ ഉലയുടെ ശ്വാസോച്ഛ്വാസം പോലെയാണ്. അവൻ്റെ ആയുസ്സ് വൃക്ഷത്തിൻ്റേതുപോലെയാണ്. ഒട്ടകം, പന്നി, നായ് തുടങ്ങിയ ജീവികളെക്കാൾ ഒട്ടും മെച്ചമല്ല അവൻ. നിത്യനായ ജീവാത്മാവിനെ ഒരിക്കലും നശിപ്പിക്കാനാവില്ല. എന്നാൽ താഴ്ന്ന ജീവവർഗങ്ങളുടെ ജീവിത പരിതസ്ഥിതി അത്യന്തം ദയനീയമാണ്. അതേസമയം സർവേശ്വരൻ്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ ആസ്വാദ്യമായ ആനന്ദമയ ജീവിതമാണ് നയിക്കുന്നത്. മുകളിൽ വിവരിച്ച വിവിധ ഘട്ടങ്ങൾ പരമപുരുഷനോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവയാണ്. പരമപുരുഷനും ജീവാത്മാക്കളും എല്ലാ പരിതസ്ഥിതിയിലും ജീവിക്കുന്നുണ്ട്. പരമപുമാൻ എപ്പോഴും ആനന്ദമയ ഘട്ടത്തിലാണ്. അതേസമയം ആശ്രിതാത്മാക്കൾ മറ്റു ഘട്ടങ്ങളിലേക്കു പതിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. പരമാത്മാവിൻ്റെ ശകലിതാംശങ്ങളായ ജീവാത്മാക്കളുടെ നിസ്സാരസ്ഥിതിയാണ് ഈ പതന സാധ്യതയ്ക്കു കാരണം. ബദ്ധാവസ്ഥയിലും മുക്താവസ്ഥയിലും നമ്മുടെ ജീവിത സങ്കല്പത്തിനപ്പുറത്താണ് എപ്പോഴും പരമപുരുഷൻ്റെ നില. പ്രപഞ്ച പ്രത്യക്ഷം സാധ്യമാകുന്നതു സർവേശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ്. അതു നിലനിൽക്കുന്നതും സർവേശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ്. സംഹരിക്കപ്പെടുമ്പോൾ അതു വീണ്ടും സർവേശ്വരനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ സർവേശ്വരനാണ് പരമാസ്തിത്വം, അതായത് കാരണങ്ങൾക്കെല്ലാം കാരണൻ. അതിനാൽ കൃഷ്ണാവബോധം വികസിപ്പിക്കാതെയുള്ള ജീവിതം സമയദുർവ്യയം മാത്രമാണ്. ഹരേ കൃഷ്ണ.